പാലക്കാട് മംഗലണ്ടാം ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചു. രണ്ടാംപുഴ വെറ്റിലത്തോട് കടമാൻ മേഖലയിലാണ് കടുവ എത്തിയത്. ടാപ്പിങ്ങിനിറങ്ങിയ നേർച്ചപ്പാറ സ്വദേശി സണ്ണി ഇന്ന് രാവിലെ കടുവയെ കണ്ടു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിൽ തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കണ്ടു കഴിഞ്ഞ രണ്ട് കൂടുണ്ടായിരുന്നു. ആ കൂട് ഞാനിങ്ങനെ താഴെ വെച്ചിട്ട് ഫോണിൽ ഫോട്ടോ എടുക്കാൻ പോയപ്പോഴത്തേക്ക് കൂട് താഴെ വെക്കുന്നത് ഈ സാധനം കണ്ടിട്ട് അങ്ങനെ തന്നെ ഇത് ഓടി മറിയുക ചെയ്തു, മുകളിലേക്ക് കയറി മറിയുക ചെയ്തു. ഒരു 2-3 മിനിറ്റ് നേരം നമ്മൾ കണ്ടു. അത് എന്നെ കണ്ടില്ലായിരുന്നു ഈ സാധനം, എന്നെ കാണാതെ കൊണ്ട് നടന്നു വരികയായിരുന്നു. കടുവ തന്നെ ഒന്ന് ഉറപ്പായി. എന്നാ കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കാൽപ്പാടൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കുറച്ചുനേരം വന്ന് നോക്കി, അപ്പോൾ വരയുണ്ട്, ശരിക്കും വരയുണ്ട്, വലിപ്പമുള്ള. ഗോകുൽ VS ഉണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, ജനവാസ മേഖലയിലാണ് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കടുവയെ പിടികൂടാനുള്ള എന്തൊക്കെ നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട്? നിലവിൽ ഈ മംഗലം ഡാം പ്രദേശത്താണ് കടുവയെ കണ്ടുള്ളത്. നെല്ലിയാമ്പതി മലനിരകളുടെ ടൈഗർ റിസർവിന് അടുത്തുള്ള ഒരു പ്രദേശത്താണ് ഏകദേശം വരിക. അപ്പോൾ നിലവിലിപ്പോൾ വനംവകുപ്പ് ചെയ്യുന്നത് ക്യാമറ സ്ഥാപിച്ച് കടുവയെ നിരീക്ഷിക്കാനാണ്. ഇതിനു മുൻപ് ഈ പ്രദേശത്തിന് സമീപത്ത് നിന്ന് ഒരു മാനിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. അത് കടുവ ആക്രമിച്ച് പിടികൂടിയതാണെന്ന് അന്ന് വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ആ പരിസരത്ത് നിന്നാണ് വീണ്ടും ഇപ്പോൾ കടുവയെ കണ്ടത്. സ്വാഭാവികമായും ഈ കടുവയെ നിരീക്ഷിച്ചതിന് ശേഷം മറ്റു നടപടികൾ, കൂടുവച്ച് പിടിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് നീങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന്റെ പ്രാഥമികം ആയിട്ടുള്ള ആദ്യ സ്റ്റേജ് എന്നുള്ള നിലയിലാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ വനംവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കടുവയെ കണ്ടെത്താനുള്ള ഒരു തിരച്ചിലും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും RRPയുടെ ഭാഗത്തുനിന്നും ആ പ്രദേശത്ത് തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ആ പ്രദേശം ആകെ ഇപ്പോൾ ഒരു ഭീതിയിലാണെന്ന് പറയാം. കാരണം കടുവയുടെ ഒരു സാന്നിധ്യം സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് നെല്ലിയാമ്പതി ടൈഗർ റിസർവിനടുത്ത് വനമേഖലയുടെ അടുത്താണ് എങ്കിൽ കൂടി ഇത്തരത്തിൽ കടുവകൾ ഇറങ്ങി വരിക എന്നുള്ളത് ആ പ്രദേശത്ത് കുറവായിരുന്നു. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ഭീതിയിലാണ്.